ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ പറയുന്ന ഏതാനും വചനങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ മക്കളൊക്കെ എല്ലാ വിധത്തിലും ശക്തരും ധീരരുമായി മാറുന്നതിന് നാം സാക്ഷികളാകും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 112 അധ്യായം 2 തിരുവചനം. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവന്റെ ഭവനം സമ്പദ് സമർത്ഥമാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഈശോയെ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 54 അധ്യായം 17 തിരുവചനം. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത്. 1 യോഹന്നാൻ 4 അധ്യായം 4 തിരുവചനം. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 2 തിമോത്തി 1 അധ്യായം 7 തിരുവചനം. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 25 തിരുവചനം. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഈ വചനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അനുദിനവും നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. വചനത്തിന്റെ ശക്തി അത്ഭുതാവഹമാണ്. നിറവേറപ്പെടുന്നതാണ് വചനം. അതുതന്നെയാണ് വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും. ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ വചനം നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ. നമ്മുടെ മക്കൾ ഭൗതികമായി എത്ര ശ്രേയസ് നേടിയെടുത്താലും അവർ തെറ്റായ മാർഗത്തിലാണ് ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിൽ സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് മക്കളെ നന്മയുടെ മാർഗത്തിലൂടെ നടത്തുവാൻ അവർക്ക് വചനം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിനാൽ വചനം പറഞ്ഞ് അവരെ പഠിപ്പിക്കുക. അവർക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഒരു വചനം കൂടി ഞാൻ പറയാം. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 52 തിരുവചനം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ വചനത്തെ വ്യക്തിപരമായി ഏറ്റെടുത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ. ഈ വചനം നമുക്ക് വ്യക്തിപരമായി നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ, അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളോട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക. മക്കളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറയുക. ഈശോയെ, എന്നെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തണമേ. അപ്പം നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഈശോയെ, എന്നെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തണമേ. ഇങ്ങനെ വചനം കൊണ്ട് നമ്മുടെ മക്കളെ നിറയ്ക്കുമ്പോൾ അവർ സൽസ്വഭാവികളായി വളർന്നു വരും. ഈശോ നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.